ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി. അതോടൊപ്പം തന്നെ നമുക്ക് സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽസിനെ കുറിച്ചിട്ടും അവരുടെ റൈറ്റ് ഓഫ് അപ്പീൽ ടു സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലും ദെൻ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽസിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആർക്കാണ് അതിലെ അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുക, ദെൻ അതിൻ്റെ ടൈം ലിമിറ്റ് എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി നോക്കാം. സെബി എന്തൊക്കെ മെഷേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേഷന് വേണ്ടിയിട്ടും അവിടുത്തെ ഹെൽത്തി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ധാരാളം മെഷേഴ്സ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണ്. ഗൈഡ് ലൈൻസ് ഫോർ ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർക്ക് നെസസറി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്. ദെൻ മറ്റൊന്ന് ഗൈഡ് ലൈൻ ഫോർ മർച്ചൻ്റ് ബാങ്കേഴ്സ് ആണ്. മർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട ഗൈഡ് ലൈൻസ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മർച്ചൻ്റ് ബാങ്കേഴ്സ് സെക്യൂരിറ്റി മാർക്കറ്റിൽ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ക്യാപിറ്റൽ മാർക്കറ്റിൽ അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ്, പിന്നെ യൂറോ ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ വേണ്ട ഗൈഡ് ലൈൻസ് അല്ലേ. ഇപ്പോൾ ഒരു അസറ്റ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഗൈഡ് ലൈൻസ് അവർ സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈഡ് ലൈൻ ഫോർ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ്. പിന്നെ ബുക്ക് ബിൽഡിങ്, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ്, പിന്നെ എംപ്ലോയീസ് സ്റ്റോക്ക് പർച്ചേസ് സ്കീംസ്, ESOSും ESPS ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ്, എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീംസ്, അതുപോലെ തന്നെ ബുക്ക് ബിൽഡിങ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഗൈഡ് ലൈൻ ഫോർ പ്രിഫറൻഷ്യൽ സ്റ്റാറ്റസ് അതുമായി റിലേറ്റഡ്. ദെൻ OTCEI ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അതിനെയാണ് നമ്മൾ OTCEI എന്ന് പറയുന്നത്, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതൊരു ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്, ഇന്ത്യനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത് തന്നെയാണ്. ചെറുകിട കമ്പനികൾക്ക് അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനെ സഹായിക്കുന്ന ഒരു ഇതാണ് ഈ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ എക്സ്റ്റേണൽ കമേഴ്സ്യൽ ബോറോയിങ്സ് ആണ്. ഇപ്പോൾ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സുമായി ബന്ധപ്പെട്ട ഫോറിൻ കൊമേഴ്സ്യൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പ്രവർത്തനം, അത് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ്. പിന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ബാങ്കർ ടു ദ ഇഷ്യൂ, ഡെപ്പോസിറ്ററീസ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, രജിസ്റ്റേഴ്സ് ടു ആൻ ഇഷ്യൂ, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്, ഇൻസൈഡർ ട്രേഡിംഗ്. അപ്പോൾ ഇതിനൊക്കെയുള്ള റെഗുലേറ്ററി മെഷേഴ്സ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഹെൽത്തി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ധാരാളം മെഷേഴ്സ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊണ്ടാണ് ആർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്, ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള
പാർട്ടീസിനെ ആക്കാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെഷേഴ്സ് ടേക്കൺ ബൈ സെബിയിൽ വരുന്നത്. ഒന്ന് ഗൈഡ് ലൈൻ ഫോർ ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ഗൈഡ് ലൈൻ ഫോർ മെർച്ചൻ്റ് ബാങ്കേഴ്സ്, ഗൈഡ് ലൈൻസ് ഫോർ യൂറോ ഇഷ്യൂ, ഗൈഡ് ലൈൻ ഫോർ മ്യൂച്വൽ ഫണ്ട് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഗൈഡ് ലൈൻ ഫോർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഗൈഡ് ലൈൻ ഫോർ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ, ഗൈഡ് ലൈൻ ഫോർ ബുക്ക് ബിൽഡിംഗ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ് ആൻഡ് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീംസ്, ദെൻ ഗൈഡ് ലൈൻ ഫോർ preferential status, guideline for OTCEI issue, then guideline for external commercial borrowings, അതുപോലെ തന്നെ regulatory measures for intermediaries, that is stock brokers, underwriters, portfolio managers, banker to the issue, depositories, venture capital fund, registrar to an issue, share transfer agent, അങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസ്, അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ് അത് റെഗുലേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഇങ്ങനെയുള്ള മെഷേഴ്സൊക്കെയാണ് സെബി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണൽ ഓർ സാറ്റ് എന്താണെന്നുള്ളത് നോക്കാം. സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണൽ, സാറ്റ് എന്നാണത് അറിയപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ അഥവാ സാറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. It was established under the provision of 15K of the Security Exchange Board of India Act 1992. 1992 സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിലെ പ്രൊവിഷൻ 15K കീഴിൽ 15K പ്രകാരം അതിന് കീഴിൽ സെബി ആക്ടിന് കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഏത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷനിലൂടെ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഏത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Then it was mainly established to hear an appeal against the order passed by the SEBI or by an adjudicating officer under the SEBI Act. അപ്പോൾ ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ട്രിബ്യൂണൽ സാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ട്രിബ്യൂണലെ പ്രധാനമായിട്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ സെബി പാസ്സാക്കിയിട്ടുള്ള ഓർഡറുകൾ ഉണ്ടല്ലോ, ഉത്തരവുകൾ. അപ്പം ആ ഉത്തരവിനെതിരെയായിട്ട് അപ്പീല് കേൾക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഉത്തരവിനെതിരെ നൽകിയിട്ടുള്ള അപ്പീലുകൾ അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സെബി ആക്ടിന് കീഴിലെ ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓർഡറുകളൊക്കെ ഇടുന്ന വിധികർത്താവ്, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് വിധി പറയുന്ന ആൾ വിധികർത്താവ്. അപ്പോൾ സെബി നിയമപ്രകാരം ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഏത് രൂപീകരിച്ചിരിക്കുന്നത്, സാറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് അപ്പീൽ, ഹിയർ ആൻഡ് അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡർ പാസ്ഡ് ബൈ ദ സെബി പാസ്സാക്കിയിട്ടുള്ള ഉത്തരവിനെതിരെ അപ്പീല് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ, അല്ലെങ്കിൽ പിന്നെ സെബി ആക്ടിന് കീഴിലെ നിയമപ്രകാരം ഈ ഒരു നിയമപ്രകാരം ഏതെങ്കിലും ഒരു വിധികർത്താവ് അല്ലെങ്കിൽ അയാൾ നൽകിയിട്ടുള്ള അപ്പീൽ, അയാൾ നൽകിയിട്ടുള്ള ഓർഡർ വിധി അതിനെ എതിരെ അപ്പീല് പോയി കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കോമ്പോസിഷൻ ഓഫ് സാറ്റ് നോക്കാം. സാറ്റിൻ്റെ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളത്. സാറ്റ് വുഡ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പേഴ്സൺസ്. ഒന്ന്, വൺ പ്രിസൈഡിങ് ഓഫീസർ ആൻഡ് അതർ മെമ്പേഴ്സ്. അപ്പോൾ സാറ്റ് എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനമായിട്ടും ഒരു പ്രിസൈഡിങ് ഓഫീസറും ഉണ്ടായിരിക്കും, പിന്നെ മറ്റേ മെമ്പേഴ്സും ഉണ്ടായിരിക്കും.
അപ്പോൾ ഇങ്ങനെ ഇവരെ ഇപ്പോൾ പ്രിസൈഡിങ് ഓഫീസറും മറ്റു മെമ്പേഴ്സും കൂടെ ചേരുന്നതാണ് ഇത് വരുന്നത് സാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രിസൈഡിങ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ അദ്ദേഹത്തിൻ്റെ നോമിനി അവരുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് പ്രിസൈഡിങ് ഓഫീസേഴ്സിനെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് പ്രിസൈഡിങ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസുമായിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിയുമായിട്ടൊക്കെ ഡിസ്കഷൻ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഒരു പ്രിസൈഡിങ് ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹം റിട്ടയേർഡ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആയിരിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജോ ആയിരിക്കണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കണം, റിട്ടയേർഡ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജഡ്ജോ ആയിരിക്കണം. ദെൻ ഈ റിട്ടയറിംഗ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഹു ഹാസ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 7 years ഓഫ് സർവീസ് ആസ് എ ജഡ്ജ് ഇൻ എ ഹൈക്കോർട്ട്. ഇപ്പോൾ ഹൈക്കോർട്ട് റിട്ടയേർഡ് ജഡ്ജ് ഓർ സിറ്റിംഗ് ജഡ്ജാണ് പ്രിസൈഡിങ് ഓഫീസറായിട്ട് വരുന്നതെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് ഹൈക്കോടതിയിലെ 7 വർഷമെങ്കിലും ജഡ്ജായി ഇരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹു ഹാസ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 7 years ഓഫ് സർവീസസ് ആസ് എ ജഡ്ജ് ഇൻ എ ഹൈക്കോർട്ട്. അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജായിട്ട് 7 വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു റിട്ടയേർഡ് ജഡ്ജോ അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജോ ആയിരിക്കണം പ്രിസൈഡിങ് ഓഫീസറായിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജോ ആയിട്ടുള്ള ആളുകൾക്ക് പ്രിസൈഡിങ് ഓഫീസേഴ്സായിട്ട് വരാവുന്നതാണ്. ഇനി മെമ്പേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. 2 മെമ്പേഴ്സാണ് സാറ്റിൽ വരുന്നത്. അപ്പോൾ ഒരു പ്രിസൈഡിങ് ഓഫീസറും മറ്റേ 2 മെമ്പേഴ്സുമാണ് വരുന്നത്. അപ്പോൾ 2 മെമ്പേഴ്സാണ് വരുന്നത്. 2 പേരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഇനി ഇങ്ങനെ മെമ്പേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഹി ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഹി ഓൾസോ പൊസസ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു കോർപ്പറേറ്റ് ലോ, സെക്യൂരിറ്റീസ് ലോ, എക്കണോമിക്സ്, ഫിനാൻസ് ഓർ അക്കൗണ്ടൻസി. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? കോർപ്പറേറ്റ് ലോയിലെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഓർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെക്യൂരിറ്റീസ് ലോ, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഫിനാൻസ്, അക്കൗണ്ടൻസി, ഈ ഡിസിപ്ലിനിലെല്ലാം എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതിനെക്കുറിച്ചിട്ട് നോളജുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഈ പ്രിസൈഡിങ് ഓഫീസേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും ടെന്യൂവർ എന്ന് പറയുന്നത്, അവരുടെ കാലാവധി 5 years ആണ്. 5 വർഷത്തേക്കാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാൽ ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. അവരെ റീഅപ്പോയിൻമെൻറ്റിന് അവരെ എലിജിബിൾ ആണ് അപ് ടു ദ ഏജ് ഓഫ് 68 years ഇൻ ദ കേസ് ഓഫ് പ്രിസൈഡിങ് ഓഫീസർ ആൻഡ് 62 years ഇൻ ദ കേസ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ പ്രിസൈഡിങ് ഓഫീസേഴ്സിൻ്റെ കേസാണെങ്കിൽ 68 വയസ്സ് വരെ അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ 5 വർഷത്തേക്കാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റീ അപ്പോയിൻമെൻറ്റും അവർക്ക് എലിജിബിൾ ആയിരിക്കും. പക്ഷെ അവർക്ക് അവരുടെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 68 years ആണ് വരുന്നത്. 68 വയസ്സ് വരെയാണ് പ്രിസൈഡിങ് ഓഫീസേഴ്സിൻ്റെ ഏജ് ലിമിറ്റ്. മെമ്പേഴ്സ് ആണെങ്കിൽ 62 years വരെയാണ് അവർക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് അവരുടെ ടെന്യൂവർ പറയുന്നത്, കാലാവധി. ദെൻ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ഓഫ് അപ്പീൽ ടു സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ നോക്കാം. അപ്പോൾ അതിൽ റൈറ്റ് ഓഫ് അപ്പീൽ ടു സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രിബ്യൂണലിൽ പറയുന്നത്,
ഇപ്പോൾ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് എവിടെ അപ്പീൽ നൽകാം? സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിൽ ആ റെഫ്യൂസലിനെതിരെ അവർക്ക് എന്ത് കൊടുക്കാം? അപ്പീൽ നൽകാവുന്നതാണ്. ആ ഡേറ്റ് ഓഫ് റെഫ്യൂസൽ തുടങ്ങി 15 ദിവസം എന്നാണോ അവരത് റെഫ്യൂസ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെങ്കിലും കമ്പനിയുടെ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുന്നത് അവർ നിരസിക്കുകയാണെങ്കിൽ, അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ റെഫ്യൂസലിനെതിരെ അപ്പീൽ പോകാവുന്നതാണ് സാറ്റിൽ. അത് ഡേറ്റ് ഓഫ് റെഫ്യൂസൽ തൊട്ട് 15 ഡേയ്സിനകത്ത് 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. അപ്പോൾ ട്രിബ്യൂണലിന് അങ്ങനെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ ഈസ് എംപവേർഡ് ടു ഗ്രാൻഡ് പെർമിഷൻ ടു ലിസ്റ്റ് ദ സെക്യൂരിറ്റീസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം? ഈ ഒരു സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെ പെർമിറ്റ് ചെയ്യാനുള്ള, അതിന് അനുമതി നൽകുന്നതിനുള്ള അധികാരം ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർ വാരി ഓർ സെറ്റ് അസൈഡ് ദ ഡിസിഷൻ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അതായത് ഇവരുടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഡിസിഷൻ, അത് എന്താ പറയുക, റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ അത് പിന്നീട് മാറ്റിവെക്കുന്നതിനോ ഒക്കെ ഉത്തരവിടാനുള്ള ഒരു അധികാരവും ആർക്കുണ്ടായിരിക്കും? സാറ്റ് അഥവാ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ഓഫ് അപ്പീൽ ടു സെക്യൂരിറ്റി അപ്പലറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ആർക്കൊക്കെയാണ് അപ്പീൽ പോകാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ റൈറ്റ് ഓഫ് അപ്പീൽ ടു ഒരു റൈറ്റ് നമ്മളിതാ പറഞ്ഞത്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോവാം. 15 ഡേയ്സിനുള്ളിൽ അപ്പീൽ പോയിരിക്കണം. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ നൽകാനുള്ള അധികാരം ട്രിബ്യൂണലിനുണ്ട്. അല്ലെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഡിസിഷൻ മാറ്റുന്നതിനോ അത് റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ മാറ്റുന്നതിനോ മാറ്റി വെക്കുന്നതിനോ ഒക്കെയുള്ള അധികാരം ആർക്ക് വരുന്നുണ്ട്? ട്രിബ്യൂണലിന് വരുന്നുണ്ട്. ഇനി ആർക്കൊക്കെയാണ് സാറ്റിൽ അപ്പീൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ സാറ്റിലെ അപ്പീൽ കൊടുക്കാൻ സാധിക്കുന്നത് എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ എൻ ഓർഡർ ഓഫ് സെബി മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഇപ്പോൾ ഈ ഒരു സെബി ആക്ടിന് കീഴിൽ സെബി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഉത്തരവ് അതിനെ എതിരായിട്ട് ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഇപ്പോൾ ആ ഒരു ഉത്തരവ് ഏതെങ്കിലും പേഴ്സൺസിന് അത് അവർക്ക് വിഷമകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്കത് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അപ്പീലേ പോകാവുന്നതാണ്. അതുപോലെ തന്നെ ബൈ എൻ ഓർഡർ മെയ്ഡ് ബൈ എ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ അണ്ടർ ദിസ് ആക്ട് മേ പ്രിഫർ ആൻ അപ്പീൽ ടു സാറ്റ് ഹാവിങ് ജുറിസ്ഡിക്ഷൻ ഇൻ ദ മാറ്റർ. അതേപോലെ തന്നെ ഈ ഒരു ആക്ടിന് കീഴിൽ ഏതെങ്കിലും ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആ ഉത്തരവ് ഏതെങ്കിലും വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കത് വിഷമമുണ്ടാക്കുന്നതാണെങ്കിൽ അതിനെതിരെയും അവർക്ക് എന്ത് ചെയ്യാം? സാറ്റിൽ അപ്പീലേ പോകാവുന്നതാണ്. അപ്പോൾ അപ്പീലേ പോകാൻ പറ്റുന്നത് അതാണ്. എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ എൻ ഓർഡർ ഓഫ് സെബി മെയ്ഡ് അണ്ടർ ദിസ് ആക്ട് or by an order made by an adjudicating officer under this act may prefer an appeal to SAT having jurisdiction in the matter. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാറ്റിൻ്റെ എന്ത് പോകാം? സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിൽ അവർക്ക് അപ്പീൽ നൽകാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്കതിൻ്റെ ടൈം ലിമിറ്റ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പം ഇവിടെ ഇങ്ങനെ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് എവരി അപ്പീൽ ഷാൽ ബി ഫയൽഡ് വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് എ കോപ്പി ഓഫ് ദ ഓർഡർ മെയ്ഡ് ബൈ ദ സെബി. ഇപ്പോൾ സെബി ഉത്തരവ് ഇറക്കിയിട്ട് അതിൻ്റെ
കോപ്പി കിട്ടുന്ന ആ ഡേറ്റ് മുതൽ 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിൻ്റെ ആ ഉത്തരവ് ലഭിച്ചതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകേണ്ടതാണ്. ദെൻ അപ്പീൽ അക്കമ്പനീഡ് ബൈ സച്ച് എ ഫോം ആൻഡ് ഫീ മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ അപ്പീൽ നൽകേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലെ പ്രിസ്ക്രൈബ്ഡ് ഫീസോട് കൂടെ വേണം, അതുകൂടെ വേണം നമ്മൾ അപ്പീൽ നൽകാനായിട്ട്. അപ്പോൾ സെബി ഉത്തരവ് ഇറക്കിയിട്ട് അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറുടെ ആ ഒരു വിധി പ്രസ്താവിച്ചതിന് ശേഷം ആ വിധി പകർപ്പ് ലഭിച്ച് 45 ദിവസത്തിനുള്ളിൽ എന്തു കൊടുക്കാം? അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പീൽ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസും അതിനോടൊപ്പം വെച്ചിരിക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണല് ഈ ഒരു നമ്മളൊരു എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട്, വിത്തിൻ 45 ഡേയ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരവ് ഇറങ്ങി അതിൻ്റെ പകർപ്പ് ലഭിച്ച് 45 ദിവസത്തിനുള്ളിൽ അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന 45 ഡേയ്സ് കഴിഞ്ഞാലും അവരെ എന്ത് ചെയ്യാറുണ്ട്? സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണല് ചില കേസുകളിൽ അവരെ അപ്പീല് സ്വീകരിക്കാറുണ്ട്. എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദർ വാസ് സഫിഷ്യൻറ്റ് കോസസ് ഫോർ നോട്ട് ഫയലിംഗ് ഇറ്റ് വിത്തിൻ ദാറ്റ് പീരീഡ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു സർട്ടൻ പീരീഡിനകത്ത് അവർക്ക് അപ്പീല് ഫയൽ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിന് മതിയായിട്ടുള്ള കാരണമുണ്ട് എന്ന് സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിനെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അവരെ 45 ഡേയ്സിന് ശേഷവും അവരെന്തെടുക്കും? ഈ അപ്പീല് സ്വീകരിക്കുന്നതാണ്. അപ്പം നോർമലി എങ്ങനെയായിരിക്കണം അപ്പീല്? നമുക്കിപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങി അത് റിസീവ് ചെയ്ത് 45 ഡേയ്സിനുള്ളിൽ അവരെ അപ്പീല് കൊടുത്തിരിക്കണം. ഇനി മതിയായിട്ടുള്ള കാരണം മൂലമാണ് അവരെ അപ്പീല് നൽകാത്തത്, ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനകത്ത് അവർക്ക് അപ്പീല് കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് സാറ്റ് അത് അങ്ങനെ കരുതുകയാണെങ്കിൽ അവർക്കത് അങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഒരു 45 ഡേയ്സിന് ശേഷവും അവരെ അപ്പീൽ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപ്പീൽ ഷാൽ ബി മെയ്ഡ് ഇൻ 3 കോപ്പീസ്. അപ്പീല് എങ്ങനെയാണ്? 3 കോപ്പി വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അപ്പീല് തയ്യാറാക്കുന്ന സമയത്ത് 3 കോപ്പീസ് നമ്മൾ തയ്യാറാക്കണം. വിത്ത് അഡീഷണൽ കോപ്പീസ് ഫോർ ഈച്ച് അഡീഷണൽ അപ്പീൽ ഷാൽ ബി സൈൻഡ് ബൈ ഓതറൈസ്ഡ് പേഴ്സൺ. അപ്പം ഇവിടെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അഡീഷണൽ കോപ്പീസ് ഉണ്ടല്ലോ, അപ്പം അതിൽ ഓരോ അഡീഷണൽ അപ്പീലിനും അഡീഷണൽ കോപ്പീസ് ഉണ്ടായിരിക്കണം. ആ അഡീഷണൽ കോപ്പീസ് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അത് സൈൻ ചെയ്തിരിക്കണം. അപ്പം അഡീഷണൽ കോപ്പീസ് ഓതറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ വ്യക്തികൾക്ക് മാത്രമല്ല, അപ്പോൾ ആളുകൾക്ക് ഏതെങ്കിലും പേഴ്സൺസിന് വേണ്ടിയിട്ട് നമുക്ക് അവരുടെ ഓതറൈസ്ഡ് പേഴ്സൺസിനും, അതായത് ഇപ്പോൾ കമ്പനി സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അവർക്കൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? അപ്പീല് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപ്പീൽ നമ്മൾ 3 കോപ്പി തയ്യാറാക്കണം. ഓരോ അഡീഷണൽ അപ്പീലിനും അഡീഷണൽ കോപ്പീസ് ഉണ്ടായിരിക്കണം. ആ അഡീഷണൽ കോപ്പീസ് ഷാൽ ബി സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് പേഴ്സൺസ്. അത് ഓതറൈസ്ഡ് പേഴ്സൺ അതിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ അപ്പീലിൻ്റെ കേസിൽ അതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു അപ്പീല് കിട്ടിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണല് അതിൻ്റെ മുകളിൽ ഉത്തരവ് പാസ്സാക്കുന്നതാണ്. അവരതിൽ ഉത്തരവിടുന്നതാണ് ആസ് ഇറ്റ് തിങ്ക് ഫിറ്റ്. അത് അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന അതിനനുസരിച്ചിട്ടാണ് അവരതിൽ ഓർഡർ പാസ്സാക്കുക. അത് നമ്മളിപ്പോൾ അപ്പീലൊക്കെ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അപ്പീലിൽ പറഞ്ഞിട്ടുള്ള പാർട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ പാർട്ടീസിന് അത് കേൾക്കാനുള്ള, അപ്പോൾ അപ്പീൽ അത് കേൾക്കാനുള്ള ഒരു അവസരമൊക്കെ ആര് കൊടുക്കും? സാറ്റ് കൊടുക്കും. ഇപ്പം ഇപ്പോൾ ആർക്കെതിരാണോ അപ്പീൽ കൊടുത്തിട്ടുള്ളത്
അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സെബിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ പോവാന്ന് പറഞ്ഞു. അല്ലെ അതുപോലെ ഈ ഒരു സെബി ആക്ടിന് കീഴിൽ ഏതെങ്കിലും ഒരു അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറുടെ ഉത്തരവിനെതിരെ അപ്പീൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെ അപ്പീല് സാറ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടീസിന് അത് ഹിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ കൊടുക്കും. അപ്പീലിൻ്റെ മുകളിൽ വാദം കേൾക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ദെൻ അതിനുശേഷം അവർക്ക് സിറ്റ് തിങ്ക് ഫിറ്റ് അവർക്ക് അനുയോജ്യമാകുന്ന ഒരു ഓർഡർ അവരെ പാസ്സാക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഓർഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്പീല് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ആവാം, അല്ലെങ്കിൽ അതിൽ മോഡിഫൈ ചെയ്തിട്ടുള്ളതാവാം. എന്തായാലും അപ്പീലെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ അതിലെ വാദം കേൾക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ പാർട്ടീസിനെ നൽകുന്നു. ദെൻ അതിനുശേഷം അവർക്ക് അനുയോജ്യമായ രീതി അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ ഒരു ഓർഡർ ഉത്തരവ് അതിൻ്റെ മുകളിൽ പാസ്സാക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു അപ്പീല് ഷാൽ ബി ഡിസ്പോസ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് അപ്പീൽ. അപ്പോൾ അപ്പീല് സ്വീകരിച്ച് 6 മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യണം? അതിൻ്റെ മുകളിലുള്ള തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത് ഡിസ്പോസ്ഡ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് അപ്പീൽ. അപ്പോൾ അപ്പീല് കേട്ട് 6 മാസത്തിനുള്ളിൽ അവരെ എന്ത് നൽകിയിരിക്കണം? ഈ ഒരു അത് അവർ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സാറ്റിന് മുൻപായിട്ട് നമ്മൾ അപ്പീല് കൊടുക്കുന്ന സമയത്ത് അത് ഒന്നുകിൽ വ്യക്തികൾക്ക് അപ്പീല് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ മുഖാന്തരം അപ്പീല് നൽകാവുന്നതാണ്. ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മുഖാന്തരമോ കമ്പനി സെക്രട്ടറി മുഖാന്തരമോ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ പ്രാക്ടീഷണർ മുഖാന്തരമോ ഒക്കെ നമുക്ക് അപ്പീല് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപ്പിയറൻസ് ബിഫോർ സാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഐദർ ഇൻ പേഴ്സൺ ഓർ ത്രൂ ഓതറൈസ്ഡ് പേഴ്സൺ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ഓർഡറിനെതിരെയോ അവരുടെ ഉത്തരവ് അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആ പേഴ്സൺസിനെ അതവരെ അഗ്രീവഡ് ആവുക അവർക്ക് വിഷമകരമായിട്ടുള്ളതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോർട്ടിൽ അവർക്ക് അപ്പീല് പോകാവുന്നതാണ്. അപ്പോൾ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെതിരെയോ അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയോ അപ്പീല് നൽകേണ്ടത് സുപ്രീം കോർട്ടിലാണ്. അപ്പോൾ സുപ്രീം കോർട്ടിലാണ് അപ്പീല് കൊടുക്കുക. അതും സുപ്രീം കോർട്ടിലെ നമ്മൾ അപ്പീല് കൊടുക്കുമ്പോൾ ഇറ്റ് ഷാൽ ബി ഫയൽഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീവിങ് എ കോപ്പി ഓഫ് ദ ഡിസിഷൻ ഓർ ഓർഡർ ഓഫ് സാറ്റ്. ഇപ്പോൾ സാറ്റിൻ്റെ ഉത്തരവിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ്റെയോ കോപ്പി സ്വീകരിച്ച ഡേറ്റ് മുതൽ 60 ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ നമ്മൾ അപ്പീല് ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്പീലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സെബിയുടെ ഉത്തരവുകൾക്കെതിരെയോ അല്ലെങ്കിൽ സെബി ആക്ടിന് കീഴിലെ ഏതെങ്കിലും അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ് ഇടുന്ന ഉത്തരവിനെതിരെയോ അപ്പീല് പോകാവുന്നതാണ്. സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിലാണ് അപ്പീല് കൊടുക്കേണ്ടത്. ദെൻ ആ ഉത്തരവ് ലഭിച്ച് 45 ദിവസത്തിനുള്ളിൽ അപ്പീല് നൽകേണ്ടതാണ്. അത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ വേണം നൽകാനായിട്ട്. പ്രിസ്ക്രൈബ്ഡ് ഫീസും അതിനോടൊപ്പം നമ്മൾ അടയ്ക്കേണ്ടതാണ്. പിന്നെ സഫിഷ്യൻ്റ് ന്യായമായിട്ടുള്ള കാരണം മൂലം അല്ലെങ്കിൽ ജെനുവിൻ റീസൺ അല്ലെങ്കിൽ അതിന് സഫിഷ്യൻ്റ് കോസസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ വിത്തിൻ പീരീഡിനുള്ളിൽ 45 ഡേയ്സിനുള്ളിൽ അപ്പീല് നൽകാൻ കഴിയാത്തതെന്ന് സാറ്റിനെ ബോധ്യപ്പെടുകയാണെങ്കിൽ 45 ഡേയ്സിന് ശേഷവും അപ്പീൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അപ്പീല് നൽകുമ്പോൾ നമ്മൾ 3 കോപ്പീസാണ് അതിനു വേണ്ടി തയ്യാറാക്കേണ്ടത്. ഓരോ അഡീഷണൽ അപ്പീലിനും അഡീഷണൽ കോപ്പീസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷാൽ ബി സൈൻഡ് ബൈ ഓതറൈസ്ഡ് പേഴ്സൺ. അത് ഓതറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്യുകയും വേണം. പിന്നെ അപ്പീല് ലഭിച്ച് അത്
ഹിയർ ചെയ്യാനുള്ള, അതിൻ്റെ ഹിയറിങ്ങിനുള്ള അവസരം, അത് കേൾക്കാനുള്ള, അതിൻ്റെ വാദങ്ങൾ കേൾക്കാനുള്ള അവസരം പാർട്ടീസിനെ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ നൽകുന്നതാണ്. ദെൻ അതിനുശേഷം അവരതിൻ്റെ ഡിസിഷൻ ഓർ ഓർഡർ ഇറക്കുന്നതാണ്. ഇനി അപ്പീല് ലഭിച്ച് 6 മാസത്തിനകം സാറ്റ് അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ഇനി അപ്പീല് നൽകുന്നത് വ്യക്തികൾക്ക് നൽകാം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ മുഖാന്തരം അപ്പീല് പോകാവുന്നതാണ്. ഇനി സാറ്റിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അപ്പീലിനെ എതിരായിട്ട് സുപ്രീം കോടതിയിലാണ് അപ്പീല് കൊടുക്കേണ്ടത്. അത് സാറ്റിൻ്റെ ഓർഡറോ ഡിസിഷൻ്റെ കോപ്പി ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ അപ്പീല് പോകേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് സെക്യൂരിറ്റി അപ്പലേറ്റ് ബോഡിയുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ അധികാരങ്ങളാണ് സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിന് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് പവർ ടു വാരി ഓർ സെറ്റ് അസൈഡ് എനി ഡിസിഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ കമ്പനികളുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതുമായി സംബന്ധിച്ച് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ, അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഏതെങ്കിലും തീരുമാനം റദ്ദാക്കുന്നതിനോ മാറ്റിവെക്കാനോ ഉള്ള അധികാരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിരസിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഓർഡർ റദ്ദാക്കാനോ അല്ലെങ്കിൽ അപ്പോൾ അവരുടെ ആ ഒരു ഓർഡർ റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നതിനോ ഒക്കെ ഉള്ള അധികാരം ആർക്കാണ് വരുന്നത്? സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിന് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പവർ ടു സമ്മോൺ ആൻഡ് എൻഫോഴ്സ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിസ് ഓൺ ഓത്ത്. അപ്പോൾ പവർ ടു സമ്മോൺ ആൻഡ് എൻഫോഴ്സ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ആൻഡ് ഓത്ത്. ഇപ്പം ഏതൊരു വ്യക്തിയുടെയും അറ്റൻഡൻസ് വിളിക്കാനും അത് നടപ്പാക്കാനുമുള്ള അധികാരം. അപ്പോൾ സമ്മോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ മീറ്റിംഗ് സമ്മോൺ ചെയ്യുക, ഇപ്പോൾ പ്രസിഡൻ്റൊക്കെ മീറ്റിംഗ് സമ്മോൺ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ സമ്മോൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയുക, വിളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും അറ്റൻഡൻസ് വിളിക്കാനും അത് നടപ്പിലാക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓത്ത് ചെയ്തിട്ട്, അതായത് നമ്മൾ പറയില്ലേ, പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവരെ പരിശോധിക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം അവരെ ഓത്താണ് ചെല്ലിക്കുക അല്ലേ? ആ ഓത്ത് ചെല്ലിയതിന് ശേഷമാണ് അവരെ എന്ത് ചെയ്യുന്നത്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവരെ ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ അവരുടെ പ്രതിജ്ഞ അത് ചെയ്ത് അവരെ എക്സാമിൻ ചെയ്യുന്നതിനുള്ള അധികാരവും ആർക്കുണ്ട്? സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും. പിന്നെ പവർ ടു റിസീവ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്, സത്യവാങ്മൂലത്തിൽ തെളിവുകൾ സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ പവർ ടു റിസീവ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്, അപ്പോൾ അതിനുള്ള അത് റിസീവ് ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇത് പറയുന്നത് പവർ ടു ഇഷ്യൂ കമ്മീഷൻ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ഓർ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ സാക്ഷികളെയും അതുപോലെ തന്നെ രേഖകളൊക്കെ ഉണ്ടല്ലോ, രേഖകളൊക്കെ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷനെ വെക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ കമ്മീഷനുകളെ വെക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിന് ഉണ്ട്. അപ്പോൾ സാക്ഷികളെയും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകളൊക്കെ, രേഖകളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ വെക്കാനായിട്ട് ഉള്ള അധികാരം. പിന്നെ പവർ ടു ഡിസ്കസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ഡിഫോൾട്ട്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ്റെ മുകളിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്താനുള്ള അധികാരം. പിന്നെ പവർ ടു സെറ്റ് അസൈഡ് എനി ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് എനി അപ്ലിക്കേഷൻ ഫോർ ഡിഫോൾട്ട്. ഇപ്പോൾ അപ്ലിക്കേഷൻ ഫോർ ഡിഫോൾട്ടിൻ്റെ മുകളിൽ അവർ
വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഡർ ഓഫ് ഡിസ്മസൽസ് അത് മാറ്റിവെക്കുന്നതിനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിരസിക്കാനുള്ള ഓർഡർ അത് റദ്ദാക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഫോർ ഡിഫോൾട്ട് അത് നിരസിക്കാനുള്ള ഓർഡർ ഉണ്ടല്ലോ, ഉത്തരവ്, അത് റദ്ദാക്കാനുള്ള അധികാരം. അപ്പം ഇങ്ങനെ കുറേ അധികാരങ്ങൾ ആർക്ക് വരുന്നുണ്ട്? സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിനെ വരുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസുമായി അത് സംബന്ധിച്ച് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ തീരുമാനം റദ്ദാക്കുന്നതിനും അത് മാറ്റിവെക്കാനുള്ള അധികാരം. പിന്നെ ഏതൊരു വ്യക്തിയുടെയും അതായത് ഇപ്പോൾ കോടതിയിലേക്ക് വിളിക്കാനും അവരെ പരിശോധിക്കാനും അതിനുള്ള അധികാരം, അവരുടെ പ്രതിജ്ഞ ചെയ്തവർക്ക് അത് പരിശോധിക്കുന്നതിനുള്ള അധികാരം. അപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ കോടതിയിലേക്കൊക്കെ സാക്ഷികളെയും മറ്റും വിസ്തരിക്കാനായിട്ട് വിളിക്കില്ലേ, അവരെന്നെ വിളിച്ചു ചേർക്കില്ലേ, അപ്പം അങ്ങനെ വിളിക്കുക. അതാ ഉദ്ദേശിക്കുന്നത്. പവർ ടു സമ്മോൺ ആൻഡ് എൻഫോഴ്സ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ഹാജരാകാനായിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഒരു അപ്പലറ്റ് ട്രിബ്യൂണൽ, സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിന് മുന്നിലെ ഹാജരാകുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാനും അത് നടപ്പിലാക്കാനും അവരെ പ്രതിജ്ഞ ചെയ്ത് അവരെ ഇൻവെസ്റ്റിഗേറ്റ്, അവരെ എക്സാമിൻ ചെയ്യാനുള്ള അധികാരം, അഫിഡവിറ്റിൻ്റെ മുകളിലെ എവിഡൻസ് സ്വീകരിക്കാനുള്ള, തെളിവുകൾ സ്വീകരിക്കാനുള്ള അധികാരം, പിന്നെ വിറ്റ്നസിനെയും സാക്ഷികളെയും അതുപോലെ തന്നെ ഡോക്യുമെൻസുകളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ വെക്കാനുള്ള അധികാരം, പിന്നെ അപ്ലിക്കേഷൻ ഫോർ ഡിഫോൾട്ടിൻ്റെ മുകളിലുള്ള ഡിസ്കഷൻസ് നടത്താനുള്ള, അത് ഡിസ്കസ് ചെയ്യുന്നതിനുള്ള അധികാരം, പിന്നെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഫോർ ഡിഫോൾട്ട് ഡിസ്മിസൽ ചെയ്യുക, അത് നിരസിക്കാനുള്ള ഓർഡർ റദ്ദാക്കാനുള്ള അധികാരം. അപ്പം ഇങ്ങനെയുള്ള അധികാരങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ സാറ്റിന് മുന്നിൽ വരുന്ന എല്ലാ പ്രൊസീഡിങ്സും എന്തായിട്ടാണ്? ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സിന് കീഴിലുള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ എവരി പ്രൊസീഡിങ്സ് ബിഫോർ ദ സാറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി എ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് സാറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. മെഷർ ടേക്കൺ ബൈ സെബി നമ്മൾ പറഞ്ഞു, ഒപ്പം തന്നെ സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണലിനെ കുറിച്ചിട്ടും നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.